ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളെ വീഡിയോ മട്ടൺ പെപ്പർ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഈ മട്ടൺ റോസ്റ്റ് നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. ഇതിൻ്റെ രുചി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ? മട്ടൺ പെപ്പർ റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി മട്ടൺ നന്നായി കഴുകിയെടുക്കണം. കഴുകിയെടുത്ത മട്ടൺ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു പിടി ചുവന്നുള്ളിയും 5-6 വെളുത്തുള്ളിയുമാണ്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പൊടികളാണ് ചേർക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് മുളക് പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി 2 ടീസ്പൂണും, ഗരം മസാല 1/2 ടീസ്പൂണും, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണും, വലിയ ജീരകം 1/2 ടീസ്പൂണും, കുരുമുളക് പൊടി 1 ഫുൾ ടീസ്പൂണും, ഉപ്പ് ആവശ്യത്തിനും വെള്ളവും ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി 1 വലിയ ടേബിൾ സ്പൂൺ ചേർക്കാം കേട്ടോ. ഇവിടെ മക്കൾക്ക് വലിയ എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടിയും മുളക് പൊടിയും കുറച്ചാണ് എടുക്കുന്നത്. അതുപോലെ ടേബിൾ സ്പൂണും ടീസ്പൂണും മാറിപ്പോകരുത്. ഞാനിവിടെ എല്ലാം ടീസ്പൂണിൻ്റെ കണക്കിലാണ് എടുത്തിരിക്കുന്നത്. മസാലകളെല്ലാം ചേർത്ത ശേഷം മട്ടൺ നമുക്ക് വേവിച്ചെടുക്കാം. മട്ടൺ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പരിപാടി കൂടെ ഉണ്ട്. അതിനുവേണ്ടി ഒരു പാൻ എടുത്ത് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത്, ഇത് നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് വെളിച്ചെണ്ണ എടുക്കുക. വെളിച്ചെണ്ണ ചേർത്ത് ഇതിലേക്ക് ഉലുവയും വലിയ ജീരകവും 1/2 ടീസ്പൂൺ ചേർത്തിട്ട് പൊട്ടിച്ചെടുക്കാം. ഉലുവയും വലിയ ജീരകവും പൊട്ടി വന്നാൽ നമുക്കിതിലേക്ക് 3 മീഡിയം സൈസ് സവാളയും ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കാം. സവാള നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണേ. സവാള നൈസായി കട്ട് ചെയ്യാൻ പറഞ്ഞത്, സവാള എത്രത്തോളം വഴന്ന് വരുന്നോ അത്രയും നമ്മുടെ മട്ടന് രുചി കൂടും. സവാള ഒന്ന് സോഫ്റ്റായി വന്നാൽ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇവ നന്നായി ഇളക്കി കൊടുത്ത് മൂടി വെച്ച് സവാള നന്നായി വഴറ്റിയെടുക്കണം. സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ സൈസ് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇനി നമ്മളിതിലേക്ക് മസാലകളൊന്നും ചേർക്കുന്നില്ല. നമ്മൾ വേവിച്ച് വെച്ച മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് എരിവും ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം അത് കുറവായി തോന്നുവാണെങ്കിൽ കുരുമുളക് പൊടിയും ഉപ്പും നിങ്ങൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 പച്ചമുളക് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ മട്ടനിന് ഒന്നും കൂടെ രുചി കൂടും. പച്ചമുളകിൻ്റെ ആ ഒരു സ്മെല്ലും ഫ്ലേവറും ഒക്കെ നല്ല രുചിയായിരിക്കും മട്ടന്. ഇവിടെ മക്കൾക്ക് എരിവ് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് അങ്ങനെ വല്ലാതെ ചേർക്കാത്തത്. 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ളതേ ഞാൻ ചേർത്തിട്ടുള്ളൂ, കാരണം മക്കൾ കഴിക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെ എരിവിനും ടേസ്റ്റിനും അനുസരിച്ച് കുരുമുളക് പൊടിയിലും മുളക് പൊടിയിലും പച്ചമുളകിലൊക്കെ മാറ്റങ്ങൾ വരുത്താം. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ തേങ്ങാക്കൊത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വറുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയിലോ നെയ്യിലോ വറുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്താൽ ടേസ്റ്റ് ആവും. ഈ മട്ടനിൽ നമ്മൾ തേങ്ങാക്കൊത്ത് ചേർത്തിട്ടില്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ രുചി കൂടും. അപ്പോൾ നമ്മുടെ മട്ടൺ പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് കഴിക്കുമ്പോൾ ഇളം ചൂടോടെ കഴിക്കുന്നതായിരിക്കും കേട്ടോ ടേസ്റ്റ്. ഈ മട്ടൺ പെപ്പർ റോസ്റ്റ് നമ്മുടെ പൊറാട്ടയുടെയും ചപ്പാത്തിയുടെയും നൈസ് പത്തിരിയുടെയും കൂടെയൊക്കെ കഴിച്ചാൽ അടിപൊളിയായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. മസ്റ്റായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഞാനിത് ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണം അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായും എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായം കമൻറ്റിൽ വന്ന് പറയുക. അപ്പോൾ നമുക്കിനി കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം.
അപ്പോൾ ഗായ്സ് നമ്മൾ നല്ല മട്ടൻ പെപ്പർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഗായ്സ്. എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല അടിപൊളി ടേസ്റ്റ്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അഭിപ്രായം പറയണേ. 100% നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാവും. അപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഞങ്ങളെ ഈ ചെറിയ യൂട്യൂബ് ചാനലിന് സപ്പോർട്ട് തരണേ. നിങ്ങൾ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ എന്നും പറയണ പോലെ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്, അതിൻ്റെ ഒപ്പം ഷെയർ പാടി. നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി.